പോലീസിൽ ബി.ജെ.പി. അനുഭാവികളുടെ കൂട്ടായ്മകൾ രൂപപ്പെടുന്നുവെന്ന റിപ്പോർട്ട് ഗൗരവത്തിൽ എടുക്കാൻ പിണറായി സർക്കാർ. പോലീസിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലക്കുണ്ട്. ഇതിനിടയിലാണ് പോലീസിലെ പരിവാർവൽക്കരണ വാർത്തയെത്തുന്നത്. പോലീസിൽ ബി.ജെ.പി. സ്വാധീനം കൂട്ടാനാണ് ഇത്തരം കൂട്ടായ്മകൾ. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വാധീനം ശക്തമാക്കാനാണ് ശ്രമം. വിരമിച്ച ചില പോലീസുകാർക്കാണ് നേതൃത്വം. കുടുംബ സംഗമങ്ങൾ എന്ന രീതിയിലുള്ള യോഗങ്ങളാണ് നടത്തുന്നത്. പോലീസ് അസോസിയേഷനുകൾ CPM രാഷ്ട്രീയവൽക്കരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു കൂട്ടായ്മ ശക്തമാക്കുന്നതെന്നാണ് വിശദീകരണം. ഈ കൂട്ടായ്മ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും നടത്തുമെന്ന സൂചനയുണ്ട്. കഴിഞ്ഞയാഴ്ച തൃശൂർ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ ബി.ജെ.പിക്കാരെ കൈകാര്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പോലീസുകാരൻ മുന്നറിയിപ്പ് നൽകിയതായി ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇതിൽ സർക്കാർ അന്വേഷണം നടത്തി. ഇതിനിടയിലാണ് സംസ്ഥാനത്തുടനീളം ബി.ജെ.പി. പോലീസുകാർ ഒരുമിക്കുന്നുവെന്ന റിപ്പോർട്ട് എത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിലെ കുടുംബ സംഗമങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിക്കുകയും ചെയ്യും. പോലീസ് അസോസിയേഷൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ ഔദ്യോഗിക സംഘടനകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസ് അനുഭാവികളാണ് 2 പാനലായി മത്സരിക്കാറ്. സാധാരണ ബി.ജെ.പി. അനുഭാവികൾ കോൺഗ്രസ് പാനലിനോട് ചേർന്നു നിൽക്കും. ഇത്തവണയും അവർ നേരിട്ട് മത്സരത്തിനിറങ്ങിയിട്ടില്ലെങ്കിലും ബി.ജെ.പി. അനുഭാവികൾ പ്രതിപക്ഷത്തിന്റെ പാനലിൽ ഉണ്ടായിരുന്നതായി ഭരണപക്ഷം ആരോപിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പോലീസിൽ പരിവാർവൽക്കരണ ശ്രമമുണ്ടെന്ന വാർത്ത ഇത്തരത്തിൽ മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ ബി.ജെ.പിക്ക് ഭരണം ലഭിക്കാത്തതിനാൽ CPM-നെയോ കോൺഗ്രസിനെയോ പോലെ അസോസിയേഷൻ മത്സരത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം കൂട്ടായ്മ ശക്തമാക്കുന്നതിലൂടെ ഇവർക്ക് പോലീസിൽ ഇടപെടലുകൾ സാധ്യമാകും. പോലീസിൽ ബി.ജെ.പി. അനുഭാവികളുടെ എണ്ണം കൂടുന്നുണ്ടെന്ന് CPM കോൺഗ്രസ് അനുഭാവികൾ ഒരുപോലെ സമ്മതിക്കുന്നുണ്ടെന്നും മാതൃഭൂമി വാർത്തയിൽ പറയുന്നു. നേരത്തെ കുമരകത്തെ റിസോർട്ടിൽ RSS അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥർ രഹസ്യയോഗം ചേർന്ന സംഭവത്തിൽ ജയിൽ വകുപ്പ് 18 ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി സ്ഥലമാറ്റം മാത്രമായി ഒതുക്കുകയും എന്നാൽ ഇതിന് സൗകര്യമൊരുക്കിയ കുമരകം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ലാത്തത് വലിയ വിമർശനത്തിനും വഴിയൊരുക്കുന്നു. ജനുവരിയിൽ നടന്ന ഈ യോഗം രാഷ്ട്രീയാടിസ്ഥാനത്തിൽ സംഘടിക്കരുതെന്ന ജയിൽ വകുപ്പിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് വിഭാഗവും ഇത് സംബന്ധിച്ച് സർക്കാരിനും ജയിൽ വകുപ്പിനും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 13 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരും 5 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരും ഉൾപ്പെട്ട ഈ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് റിസോർട്ടിലെ മുറികൾ ഏർപ്പാടാക്കിയത് കുമരകം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് വിവാദമായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും റിപ്പോർട്ടുകൾ ഈ യോഗത്തിന്റെ ഗൗരവം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മ കോട്ടയത്ത് തുടക്കമായി, ഇനി വളർന്നുകൊണ്ടേയിരിക്കും എന്ന അടിക്കുറിപ്പോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങൾ വലിയ പ്രതിഷേധത്തിന് കാരണമായി. തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ, തവനൂർ തുടങ്ങിയ ജയിലുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഈ യോഗം സർക്കാർ സർവീസിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല യോഗം സർക്കാരിന്റെ പിന്തുണയോടെയാണ് നടന്നതെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. സർക്കാർ സർവീസിന്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഇടപെടലുകൾ തടയുന്നതിന് കർശന നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉടനടി അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. CPM കൂട്ടായ്മകളും പോലീസിലുണ്ട് എന്നതും വസ്തുതയാണ്.